ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ 2025 നടന്ന ദുറൂസുൽ ഇസ്ലാം 1 മുതൽ 10ാമത്തെ പാഠം വരെയുള്ള പാഠത്തിൻ്റെ ചോദ്യപേപ്പറുകളാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മളെ കേരളത്തിൽ ആദ്യം എക്സാം കഴിഞ്ഞിട്ടുണ്ട്, കർണാടകയിൽ പിന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറല്ല, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റമുണ്ട്. അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഫോട്ടോ ആയിട്ട് അയച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഉപകാരപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ ഈ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ഫസ്റ്റ് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനോ? ഖിയാമ നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കുന്ന കിതാബ് ഏതാണ്? ഖുർആനാണ്. പിന്നെ മക്കയിൽ കഅബ ഷരീഫ ആദ്യം നിർമ്മിച്ചത് ആരാണ്? കഅബ ഷരീഫ് ആദ്യം നിർമ്മിച്ചത് മലക്കുകളാണ്. അപ്പോൾ ഇവിടെ മലക്കുകൾ നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെ സംസം ഉറവ പൊട്ടിയ സ്ഥലം എവിടെയാണ്? മക്കയിലാണ് സംസം ഉറവ പൊട്ടിയത്. ഈ ലൈറ്റ് തെളിഞ്ഞാൽ ട്രാഫിക് ജംഗ്ഷനിൽ വണ്ടി മുന്നോട്ടെടുക്കണം. ഏത് ലൈറ്റാണ്? പച്ച ലൈറ്റ് കത്തിയാൽ വണ്ടി മുന്നോട്ട്, ചുവപ്പാവുമ്പോൾ വണ്ടി നിർത്തണം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് മുഅവ്വിദത്തൈനിയിൽ പെട്ട ഒരു സൂറത്ത് ഏതാണ്? മുഅവ്വിദത്തൈനിയിൽ പെട്ട സൂറത്ത് ഇവിടെ സൂറത്തുൽ ഫലക്കാണ്. സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കുമാണ് മുഅവ്വിദത്തൈനിയിൽ പെട്ടത്. അപ്പോൾ ഇവിടെ ഫലക്ക് വന്നിട്ടുണ്ട്. പിന്നെ നാം പഠിക്കൽ നിർബന്ധമുള്ള മലക്കുകളുടെ എണ്ണം. എത്ര മലക്കുകളുടെ പേരാണ് നമ്മൾ പഠിക്കൽ നിർബന്ധം? 10 മലക്കുകൾ. ഇനി ആത്തിനി റുഷ്ദം വ കറമ യാ മുജീബു, അതിൻ്റെ ബാക്കി എഴുതണം. എന്തായിരുന്നു? ദഅവാത്തി എന്നതാണ്. ഇനി സുമയ്യ ഫരീദയോട് ചോദിച്ചു. എന്താ ചോദിച്ചിട്ടുണ്ടാവുക? ഇവിടെ കൈഫ ഹാലുക്കി മാ ഇസ്മുക മാ കൈഫ ഹാലുക്ക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുമയ്യയും ഫരീദയും പെൺകുട്ടികളാണ് അല്ലേ? അപ്പോൾ അവിടെ മാ ഇസ്മുക്ക എന്ന് ആൺകുട്ടികൾക്കാണ്, അതുപോലെ കൈഫ ഹാലുക്ക എന്നതും ആൺകുട്ടികളോടാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ പെണ്ണായതുകൊണ്ട് സുമയ്യയും ഫരീദയും പെണ്ണായതുകൊണ്ട് കൈഫ ഹാലുക്കി, സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കുക. കൈഫ ഹാലുക്കി. അടുത്തത് തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ കേട്ടവർ പറയണം. എന്താണ് പറയേണ്ടത്? തസ്മീത്ത് പറയണം എന്ന് പറഞ്ഞിരുന്നല്ലേ? എർഹമുക്കുള്ള എന്നതാണ് അവിടെ ശരി ഇടപെടുത്തേണ്ടത്. ഇനിയാ തേനീച്ചകളെ കുറിച്ച് പറഞ്ഞ സൂറത്ത് ഏതാണ് സൂറത്ത്? സൂറത്തുൻ നഹ്ലാണ്. സൂറത്തുൻ നഹ്ല് തേനീച്ചയെ കുറിച്ച് പറഞ്ഞത്. ഇനി ചേരുംപടി ചേർക്കാനാണ്. കഅബ ഷരീഫ പുനർനിർമ്മിച്ച നബി ആരാണ് പുനർനിർമ്മിച്ചത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. എന്നത് നമുക്ക് അവിടെ അറിയപ്പെടുത്താം. ഇനി ഇഞ്ചീൽ നൽകപ്പെട്ടത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്. 30 ഏടുകൾ നൽകപ്പെട്ടത് ഇദ്രീസ് അലൈഹി ഇസ്ലാമിന്. പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മലക്കുകൾക്ക് സലാം പറഞ്ഞ നബി ആദം നബി അലൈഹി ഇസ്ലാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ലെറ്റർ അവിടേക്ക് എഴുതാം. ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? ജസീറത്തുൽ അറബ് ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിട്ട ഭാഗത്ത് നമുക്ക് ഏഷ്യ എന്ന് എഴുതി കൊടുക്കണം. പിന്നെ ഉറങ്ങുമ്പോൾ ഡാഷിന് താഴെ കൈവച്ച് കിടക്കണം. എവിടെയാണ്? വലതു കവിളിന് താഴെ കൈവച്ച് കിടക്കണം. പിന്നെ അടുത്തത് മലക്കുകളെ അല്ലാഹു തആല എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? അപ്പോൾ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് എഴുതാം. ഇനി എന്താണ്? ആത്തിനി ഡാഷ് എനിക്ക് അറിവ് നൽകണമേ. അപ്പോൾ അറിവ് എന്നതിൻ്റെ ഇൽമൻ. ആത്തിനി ഇൽമൻ എനിക്ക് അറിവ് നൽകണമേ. വായിൽ ഭക്ഷണമുള്ളവരോട് പറയൽ സുന്നത്തില്ല. എന്ത്? സലാം പറയൽ സുന്നത്തില്ല. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. അല്ലാഹു തആല പറഞ്ഞു അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. ഏതിലാണ്? തേനീച്ചയുടെ വയറിൽ നിന്നും വിവിധ നിറത്തിലുള്ള പാനീയം പുറപ്പെടുന്നു. അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. അപ്പോൾ അത് എഴുതാം. പിന്നെ ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ തലയിൽ ധരിക്കണം. ഹെൽമറ്റ്. പിന്നെ
പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റൊരു പേര് അൽ ഫുർഖാനുൽ അലീം. നബിമാരുടെ സ്വപ്നം എന്തിൻ്റെ ഭാഗമാണ്? വഹീൻ്റെ ഭാഗമാണ്. ഇനി അറബിയിൽ എഴുതണം അവളുടെ പേരെന്താണ്. അവളുടെ എന്താണ്? മാ ഇസ്മുഹ അവളുടെ പേരെന്താണ്. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം ഏതാണ്? ആരാണ് ഖുറൈശികൾ? ഫീർ ബിൻ മാലിക്കിൻ്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. ഫീർ ബിൻ മാലിക്കിൻ്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. ഇനിയാ അടുത്തത് ഇശാ നിസ്കാര ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? അനാവശ്യ സംസാരം, വിനോദം, ഇതൊക്കെ ചെയ്യൽ കറാഹത്താണ്. ഇശാഇന് ശേഷം അനാവശ്യ സംസാരങ്ങളും വിനോദങ്ങളൊക്കെ ചെയ്യൽ കറാഹത്താണ്. അടുത്തത് എന്താണ്? 5 മലക്കുകളുടെ പേര് എഴുതാനാണ്. നമ്മൾ പ്രധാനികളായ 10 മലക്കുകളുടെ പേര് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി 5 എണ്ണം എഴുതാം. എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം എന്ന 5 എണ്ണം നമുക്കവിടെ എഴുതി കൊടുക്കാം. ഇനി എന്താണ് സഫാ മർവ? കഅബ ഷരീഫക്കടുത്തുള്ള 2 മലകളാണ് സഫാ മർവ. കഅബ ഷരീഫക്കടുത്തുള്ള 2 മലകളാണ് സഫാ മർവ. ഇനി മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ 2 എണ്ണം എഴുതണം. അപ്പോൾ നമുക്ക് കണ്ടുമുട്ടിയാൽ സലാം പറയുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, അതൊക്കെ എഴുതാം. പിന്നെ നാം ചെയ്യുന്ന 5 ആരാധനകൾ എഴുതണം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സലാം പറയൽ ഒക്കെ നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഇനി എന്താണ്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി അങ്കിദന്നീ മിൻ ജഹന്നമ, എന്താണ് അതിൻ്റെ സാരം? എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. അങ്കിദന്നീ മിൻ ജഹന്നം, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നതാണ് അർത്ഥം. ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉത്തരങ്ങൾ എഴുതിക്കൊണ്ടുവേണ്ട വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.